നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. നമ്മളുടെ അടുക്കളത്തോട്ടം തയ്യാറാക്കുന്ന എല്ലാവരെ സംബന്ധിച്ചും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നനയ്ക്കൽ. പലപ്പോഴും ഈ ഫ്ലാറ്റുകളുടെ മുകളിലോ അതേപോലെ നമ്മളെ ടെറസിലൊക്കെ ചെടി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കോണി കയറിപ്പോയി നനയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതുപോലെ പറമ്പിൽ തോട്ടങ്ങളാണെങ്കിൽ, ഓപ്പൺ ലാൻഡ് ആണെങ്കിൽ അവിടെ ഫ്രൂട്ട് ഫോറസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അതായത് ഫലവൃക്ഷങ്ങളൊക്കെ അടുപ്പിച്ച് നട്ടിട്ട് വീട്ടിലേക്ക് ആവശ്യം എല്ലാ ഫ്രൂട്ട്സും വളർത്തുന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ സംബന്ധിച്ച് പോയി നനയ്ക്കാൻ അല്ലെങ്കിൽ പൈപ്പ് വലിച്ചു കൊണ്ടുപോയി നനയ്ക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പം നമ്മൾ ഈ ട്രെയിനിങ്, ഹാപ്പിനെസ് ഗാർഡൻ്റെ ട്രെയിനിങ് ഒക്കെ നടത്തുമ്പോൾ ഏജായ ആളുകൾ കുറച്ച് ചെടികളൊക്കെ ടെറസിൽ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ വളർത്തുന്നതിന് പറയുന്ന ഒരു കാരണം, ഒന്നുകിൽ വെള്ളം ടെറസിലേക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പൈപ്പ് വെച്ച് വലിച്ച് ഒക്കെ നനയ്ക്കാനുള്ള ബുദ്ധിമുട്ട്. അതിൻ്റെ കൂടാതെ ഏറ്റവും കൂടുതലായി വരുന്ന മറ്റൊരു പ്രശ്നം, 2-3 ദിവസം വീടിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിൽ അവർക്ക് ചെടി കരിഞ്ഞു പോകും. കാരണം ഇപ്പം എൻ്റെ കേസ് തന്നെ അടീനി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പച്ചക്കറിയാണ് കൂടുതൽ വളർത്തിയെങ്കിൽ വെള്ളിയാഴ്ച ഞാൻ പോയി തിങ്കളാഴ്ച വരുമ്പോഴേക്കും ചിലപ്പോൾ ചെടി കരിയും. അപ്പോൾ ഇങ്ങനത്തെ 2 ദിവസം കൊണ്ട് തന്നെ ചെടി കരിഞ്ഞു പോകും, വെള്ളം കിട്ടിയില്ലെങ്കിൽ. അടീനിയത്തിൻ്റെ കാര്യമില്ല കേട്ടോ, പച്ചക്കറി കൃഷിയുടെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെടികൾ കുറഞ്ഞ നിരക്കിൽ എങ്ങനെ നനയ്ക്കാനുള്ള സംവിധാനം ഒരുക്കാം എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ ക്ലാസ് പറഞ്ഞു തരുന്നത് കേട്ടോ. അതിൽ പ്രധാനമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളെ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്ന സംവിധാനം. അതിൻ്റെ പൈപ്പാണ് ഈ ബ്ലാക്ക് പൈപ്പ്, കണ്ടിട്ടുണ്ടാവും എല്ലാവരും. 16 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ സൈസ്. 16 mm പൈപ്പ് എന്ന് പറയുന്ന ഈ ഡ്രിപ്പ് പൈപ്പാണ്. ഡ്രിപ്പ് ഹോസ്, ഡ്രിപ്പ് പൈപ്പ് എന്നൊക്കെ പറയും. അതിലെ കുറച്ച് കണക്റ്റേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് 3 ഭാഗത്തേക്ക് കണക്ട് ചെയ്യാനുള്ള T എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് വളവുള്ള ഭാഗങ്ങളിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ എൽബോ എന്ന് പറയുന്ന സാധനം. പിന്നെ ഒരു ഭാഗത്തേക്ക് വെള്ളം കൂടുതലോ കുറവോ ആക്കാൻ ഉപയോഗിക്കുന്ന വാൽവ് സിസ്റ്റം. പിന്നെ അത് എൻഡ് ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്ലോസർ. പിന്നെ വെള്ളം തുള്ളി തുള്ളിയായി ഒറ്റി വീഴാൻ ഉപയോഗിക്കുന്ന എമിറ്റർ എന്ന് പറയുന്ന സാധനമുണ്ട്. പിന്നെ ഇപ്പോൾ വല്ല സ്ഥലത്തും നമുക്ക് ഹോള് ഉണ്ടാക്കി, ടൂൾ ഉപയോഗിച്ചിട്ട് ഹോൾ ഉണ്ടാക്കി അവിടെ വെള്ളം പുറത്തേക്ക് ചാടണ്ട, ക്ലോസ് ചെയ്യണം എങ്കിൽ ഉപയോഗിക്കാനുള്ള ഒരു തരം റബ്ബറിൻ്റെ ബുഷ്, ക്ലോസ് ചെയ്യാനുള്ള ബുഷ്. പിന്നെ ചെറിയ തോതിൽ ഇങ്ങനെ വെള്ളം ചീറ്റാൻ ഉപയോഗിക്കുന്ന മൈക്രോ സ്പ്രിങ്ക്ലർ, ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ചീറ്റി വീഴാൻ ഉപയോഗിക്കുന്ന മൈക്രോ സ്പ്രിങ്ക്ലർ. അതുപോലെ തന്നെ ഇപ്പോൾ ഓർക്കിഡ്, അതുപോലെ ആന്തൂറിയം, ഇങ്ങനത്തെ ചെടികളിലൊക്കെ നമുക്ക് കടക്കിൽ വെള്ളം ഒഴിക്കുന്നതിന് പകരം പല ആൾക്കാരും മുകളിൽ നിന്ന്, അതായത് ഒരു ഏരിയയിൽ ഒരു തോട്ടമുണ്ട്, ഒരു ടെറസിലൊരു തോട്ടമുണ്ട്, അല്ലെങ്കിൽ മുറ്റത്ത് ഒരു തോട്ടമുണ്ട്. ഓരോ ചെടിയുടെ കടക്കിലും പോയി വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇങ്ങനത്തെ കറുത്ത പൈപ്പ് നമ്മൾ ലേ ചെയ്തതിൻ്റെ ശേഷം അതുമേ മൈക്രോ മിസ്റ്റ് ടൈപ്പ് സ്പ്രിങ്ക്ലർ ചെറുത് കിട്ടും. ഇങ്ങനത്തെ സ്പ്രിങ്ക്ലർ പോലത്തെ സാധനങ്ങൾ, മൈക്രോ മിസ്റ്റ് എന്ന് പറയും, ഈ ചെറിയ സാധനം കൊണ്ടുപോയി ഇതുമ്മ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയ മുഴുവനും മഞ്ഞുതുള്ളികൾ, മഴത്തുള്ളികൾ വീഴുന്ന പോലെ ചീറ്റി വെള്ളം വീണെല്ലാം നനയും. അപ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങളൊക്കെ ഈ സാധനം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് ടെറസിലോ മുറ്റത്തോ പറമ്പിലോ ഒക്കെ 1 മിനിറ്റ് മതി നിങ്ങളുടെ മൊത്തം ചെടികൾ നിറയാൻ. 1 മിനിറ്റ് കൊണ്ട് നമ്മളെല്ലാ ചെടിയും നനഞ്ഞു. ഇനി അതിൽ കൂടുതൽ സമയം വെക്കണമെങ്കിൽ അതിൻ്റെ സമയം ടൈമർ വാങ്ങാൻ കിട്ടും. ചെറിയൊരു ടൈമർ നമ്മൾ മോട്ടറായിട്ട് അറ്റാച്ച് ചെയ്യണം. ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ 1 മിനിറ്റോ 2 മിനിറ്റോ കൊണ്ടോ നിങ്ങളുടെ പൂന്തോട്ടം മുഴുവനായി നനയാനുള്ള സംവിധാനമാണ് ഈ ടൈമറിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷൻ. അത് ഡ്രിപ്പ് ആവുമ്പോൾ സമയം കൂടുതലെടുക്കും, തുള്ളി തുള്ളിയായി വീഴുമ്പോൾ. ആ ഡ്രിപ്പിന് പകരം ചെറിയ മിസ്റ്റ് അല്ലെങ്കിൽ സ്പ്രിങ്ക്ലർ ഉപയോഗിച്ചിട്ട് നമ്മൾ 1-2 മിനിറ്റ് കൊണ്ട് മൊത്തം ചെടി നനയാം. അപ്പോൾ നമുക്ക് എന്താ ബുദ്ധിമുട്ട്? നമുക്ക് മോട്ടോറിൻ്റെ സ്വിച്ച് ഒന്ന് ഓണാക്കുന്നു. അത് 2 രീതിയിലാണ്. അടുക്കളയിൽ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടറാവാം, അക്വേറിയത്തിൽ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടറാവാം. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെടി നനയ്ക്കാൻ പറ്റും. ഇങ്ങനെ ചെടി നനയ്ക്കുമ്പോൾ എന്താ ഗുണം വെച്ചാൽ 2 മിനിറ്റ് കൊണ്ട് എല്ലാ ചെടിയും നനയും ചെയ്യും. അത്ര കുറഞ്ഞ വൈദ്യുതിയെ ഇതിന് ചിലവാവുള്ളൂ. ഇനി നമ്മൾ വീട്ടിലില്ല, 2 ദിവസം പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു 600-700 രൂപ അഡീഷണൽ ചിലവാക്കുകയാണെങ്കിൽ ഒരു ടൈമർ വാങ്ങാൻ കിട്ടും. ആ ടൈമർ ഇതിൻ്റെ അടുത്ത്, ഈ മോട്ടോറിൻ്റെ അടുത്തേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ തൊട്ട് 18 ഓപ്ഷൻ വരെ നമുക്ക് ഓൺ ഓഫ് ആക്കി എടുക്കാൻ പറ്റും. അതായത്
നിങ്ങൾക്ക് രാവിലെ വെള്ളം 1 മിനിറ്റ് പമ്പ് ചെയ്യണോ, ഉച്ചയ്ക്ക് പമ്പ് ചെയ്യണോ, വൈകുന്നേരം പമ്പ് ചെയ്യണോ, ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ 18 പ്രാവശ്യം വേണമെങ്കിൽ ഓണാക്കാം. നമുക്ക് വേണ്ടത് ഒരേ ഒരു തവണ. അതായത് ഇപ്പോൾ രാവിലെ 7 മണിക്ക് ഓണായി, 7:02 ഓഫായി, 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി കൂടുതൽ വെള്ളം വേണമെന്നുള്ള ആളുകൾ വൈകുന്നേരം ഒരു 5 മണിക്ക് ഓണായി, 5:02 ഓഫായി. നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മൊബൈലിൽ അലാറം സെറ്റ് ചെയ്യണ പോലെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ പലപ്പോഴും ഇപ്പോൾ പാലക്കാടും കോഴിക്കോടും മലപ്പുറം തൃശ്ശൂരൊക്കെ ട്രെയിനിങ് നടത്തിയപ്പോൾ അതിൽ ഈ അടുക്കളത്തോട്ടം ട്രെയിനിങ്ങിന് വന്ന ആളുകളെ കൊണ്ട് തന്നെയാണ് ഈ സാധനം ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടൂളുണ്ട്, ഹോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ടൂൾ. ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഒരു പഞ്ച് ചെയ്യാണ്, ഹോള് പഞ്ച് ചെയ്യാണ്. ഇങ്ങനെ ജസ്റ്റ് ഒരു പ്രസ് ചെയ്തു, ഇതിൻ്റെ മേലെ പ്രസ് ചെയ്തു കൊടുത്തു. ഈ പ്രസ് ചെയ്തെടുത്തിട്ട് ഈ നമ്മളെ ഡ്രിപ്പ് വെള്ളം തുള്ളിയായി വീണ സാധനം ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്തു. ഒന്ന് അമർത്തി ടൈറ്റ് ചെയ്താൽ ഈ സാധനം എൻ്റെ മേലെ പിടിച്ചിട്ട് നിൽക്കും കേട്ടോ. ഒന്ന് ജസ്റ്റ് പ്രസ്സിങ് ആണ്. അപ്പോൾ ഇനി ഈ പൈപ്പ് നമ്മൾ ഹോസുമായി കണക്ട് ചെയ്താൽ ഇതിന്ന് ചെടിയുടെ കടക്കിലേക്ക് തുള്ളിയായിട്ട് വെള്ളം വീഴും. ഇനി ഇതിന് പകരം ഈ ഡ്രിപ്പ് ഇതിന് പകരം നമ്മൾ ഈ സാധനത്തിന് പകരം ഈ സ്പ്രിംഗ്ലറാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്ത്. അപ്പോൾ എത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇങ്ങനെ കൊടുത്തുവെങ്കിൽ ഈ ഏരിയയിൽ ഒരു 1.5-2 മീറ്റർ ഏരിയയിൽ വെള്ളം ഇങ്ങനെ ചീറ്റും, ചെടി മുഴുവൻ നനയും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്. പൈപ്പ് വലിച്ച് നനയ്ക്കേണ്ട. നമുക്ക് പിന്നെ ഇതിന് ചെയ്യാൻ ഒരു ഹൈ ലെവൽ ടെക്നീഷ്യനല്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. പിന്നെ ഞങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തീരെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പ് ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രിപ്പ്, മിസ്റ്റ്, സ്പ്രിംഗ്ലർ ഈ സാധനമൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം 1 മിനിറ്റ് കൊണ്ട് ചെടി മുഴുവൻ നനയുന്നുള്ള. ഇനി എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ കാലിക്കറ്റ് ഒരു സ്ഥലത്ത് ചെയ്തു കൊടുത്ത്, തൃശ്ശൂർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള നമുക്ക് അനുഭവത്തിൽ 1 മിനിറ്റ് തന്നെ ചെടികൾക്ക് ധാരാളം. 1 മിനിറ്റ് ചെടികളുടെ ഉള്ളിൽ ഈ ഡ്രിപ്പിലൂടെയുള്ള വെള്ളം ചാടിയാൽ തന്നെ അധികമാവും. 1 മിനിറ്റിൽ കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വേണമെങ്കിൽ 2 ദിവസം കൊണ്ട് നനച്ചാൽ മതി, അല്ലെങ്കിൽ 3 ദിവസത്തിൽ 1 ദിവസം നനച്ചാൽ മതി. ഇതിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ തൊട്ട് എല്ലാ ഡേയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ദിവസം വേണമെങ്കിൽ നനയ്ക്കാമെന്നാക്കാം. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു ദിവസം നനയ്ക്കേ വേണ്ട, ചെടികൾക്കൊരു കരുത്ത് കിട്ടാൻ ഒരു ദിവസം നനയ്ക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച നനയ്ക്കേണ്ടതെന്ന് തോന്നുകയാണ്. ഞായറാഴ്ച പലപ്പോഴും കറണ്ട് പോകാറൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഞായറാഴ്ചത്തെ ടൈമറിൽ സൺഡേ ഓഫ് ചെയ്തിട്ടാൽ മതി. ഇപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് 2 രീതിയിൽ ചെയ്യാം. മാനുവൽ ചെയ്യാം. ഈ സാധനം എല്ലാം ഫിറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്തായാലും പൂന്തോട്ടം കാണാൻ വരും. ടെറസിലേക്ക് കാണാൻ വരുന്ന സമയത്ത് ഇതിൻ്റെ അറ്റത്തുള്ള ഹോസ് നമ്മൾ ടാപ്പ് തുറന്നു വെച്ചിട്ട് 1-2 റൗണ്ട് അടിച്ച് വരുമ്പോഴേക്കും എല്ലാ ചെടിയും തന്നെ ഉണ്ടാവും. ഇതാണ് ഓരോ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെമി ഓട്ടോമാറ്റിക് ആണ്. സെമി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മേലെ ഒരു വാൽവ് അഡീഷണൽ ടൈമർ വെച്ച് ഘടിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യും. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ ഫുൾ ടൈമർ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെടി വേണ്ട സമയത്ത് അതിലേക്ക് നനയ്ക്കാൻ പറ്റും. ഇനി അതിൻ്റെയും അപ്പുറത്തേക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ടും ഈ സാധനം ചെയ്യാം. വൈഫൈ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങളെ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അക്വേറിയം മോട്ടറോ അല്ലെങ്കിൽ സാധാ മോട്ടറിലേക്കോ ഒരു റിലേ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് നേരത്താണ് നമ്മൾ ചെടി നനയ്ക്കുന്ന ഓർമ്മ വന്നത്. നമ്മൾ ടൈമർ സെറ്റ് ചെയ്തത് വൈകുന്നേരം 5 മണിക്കാണ്. അതിൻ്റെ മുന്നേ നല്ല വെയിലാണ്. രാവിലെ ഒരു 10 മണിക്കൊന്ന് നനയ്ക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിപ്പോൾ ടൈമറിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ അവിടെ മോട്ടോറിൻ്റെ ഓൺ ഓഫ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിന് മേലെ ക്ലിക്ക് ചെയ്യുന്നു, മോട്ടോർ ഓൺ ആകുന്നു. കുറച്ച് നേരം കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫാക്കണം, 5 മിനിറ്റ് കഴിഞ്ഞ് ഓഫാക്കണമെങ്കിൽ അത് ഓഫാക്കുകയും ചെയ്യാം. ഇങ്ങനെ ഫുള്ളി കൺട്രോൾഡ് ആയിട്ട് ഓട്ടോമാറ്റിക്കായി ചെടി നനയ്ക്കാം. ഇത് ഞാൻ പറഞ്ഞത് ഒരു ടെറസിലെ സ്ഥലമോ മുറ്റത്തെ ചെറിയൊരു സ്ഥലത്തിൻ്റെ കാര്യമാണ്. ഇതേ കാര്യം നിങ്ങളെ പറമ്പിലെ വലിയ തോട്ടങ്ങളായാലും ഫ്രൂട്ട് ഫോറസ്റ്റ് ആയാലും പച്ചക്കറി കൃഷിയായാലും ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനുള്ള പരിശീലനം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ വർക്കുകളും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ കൂടുതൽ ഈ നിങ്ങളുടെ ടെറസിലെ ഇപ്പോൾ 2ാം നിലയിലും 3ാം നിലയിലൊക്കെ ടെറസിൽ ചെടി വെച്ച ആൾക്കാരുണ്ട്. ആഴ്ചയിൽ 1-2 ദിവസം ഒന്ന് ജസ്റ്റ് കയറി പോവുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ടൈമർ ഇറിഗേഷൻ, ഡ്രിപ്പ് അല്ലെങ്കിൽ മിസ്റ്റ് ഇറിഗേഷൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിവരം ഗുണകരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് കൂടി ഷെയർ ചെയ്തിട്ട് നമ്മളെ ചാനൽ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, താങ്ക് യു.